പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അന്നന്നത്തെ മോശം എന്ന കവിത പഠിച്ചു. ഇന്ന് നമുക്ക് ആ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്താലോ? ആദ്യത്തെ ചോദ്യം നോക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. ഉത്തര മാതൃക പരിശോധിക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്ന വാക്കുകൾ രസകരവുമാണ്, അതോടൊപ്പം അർത്ഥവത്തുമാണ്. ഒരു ചെറുതും സാധാരണയുമായ തമാശ പോലും നമ്മളെ എത്രത്തോളം ഉല്ലസിപ്പിക്കാമെന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇവിടെ വിരൽ മുളച്ചു എന്നത് യാഥാർത്ഥ്യത്തിലല്ല. ശരീരത്തിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ വിരൽ ഉണ്ടാകില്ല. എന്നാൽ അത്ര വലിയ സന്തോഷം ആ തമാശ നൽകിയതിൻ്റെ പ്രകടനമാണ് ഇത്. അതിനാൽ തന്നെ അതൊരു പ്രതീകമാണ്. കവി അത്രമേൽ ആഹ്ലാദിച്ചു, ഉത്സാഹം അനുഭവപ്പെട്ടു. ചെറിയൊരു തമാശ പോലും ഒരാളുടെ മനസ്സിൽ വലിയൊരു മാറ്റമുണ്ടാക്കാം. കവിയുടെ മനസ്സിലത് പുതിയ ചിന്തകൾക്കും സൃഷ്ടികൾക്കും വഴി തുറന്നു. അതിനാൽ തന്നെ ആ തമാശ അദ്ദേഹം മറ്റുള്ളവരോടും പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഒരാളുടെ സന്തോഷം 100 പേരിലേക്ക് നീങ്ങുന്നു. നമുക്ക് തോന്നാം, ചിരികൊണ്ട് ഒരു ലോകം മാറ്റാം. അതാണ് ഈ വാക്യത്തിൻ്റെ മനസ്സിലാകുന്ന മനോഹാരിത. രണ്ടാമത്തെ ചോദ്യം. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല. 150 വായനക്കാരുടെ കർത്താവാണ്. 150 സിനിമകളിലെ ഹാസ്യതാരമാണ്. 150 ലോകങ്ങളുടെ ഉടമയാണ്. ഈ കവിഭാഗം പങ്കുവെക്കുന്ന അനുഭവ ലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. ഈ വരികൾ ഒരു തമാശയുടെ ശക്തിയെക്കുറിച്ചാണ്. ചെറിയൊരു തമാശ വായിച്ച് എഴുത്തുകാരൻ അതിനാൽ അതിയായ സന്തോഷം അനുഭവപ്പെടുന്നു. അതിനുശേഷം ആ തമാശ 150 പേരുമായി പങ്കുവെക്കുമ്പോൾ ആ വലിയ സന്തോഷം മറ്റുള്ളവർക്കും എത്തുന്നു. 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല എന്നത് അതിൻ്റെ ആഴമുള്ള അർത്ഥം കാണിക്കുന്നു. മറ്റുള്ളവർക്കും ആഹ്ലാദം നൽകുന്ന ഒരാളായാൽ നിങ്ങളെന്ന വ്യക്തി നേരത്തെയുള്ളതല്ല, നിങ്ങൾ കൂടുതലാണ്. അത് എഴുതിയവനു വേണ്ടി വലിയൊരു മാറ്റമാണ്. അദ്ദേഹം ഇനി വായനക്കാരുടെ കർത്താവാണ്. അതായത് ആ തമാശ വായിച്ച എല്ലാവർക്കും അദ്ദേഹം സന്തോഷം കൊടുത്തതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ശ്രദ്ധയോടെ കാണുന്നത്. ഹാസ്യതാരമാണ് എന്നത് അത്ര നല്ല ചിരിയാണ് ആ തമാശ നൽകിയതെന്ന് കാണിക്കുന്നു. ഇവിടെ ആകെ കാണുന്നത് ചെറിയൊരു സന്തോഷം 150 ആളുകളിലേക്ക് വ്യാപിക്കുമ്പോൾ ആ സന്തോഷം വിതച്ചവനും അതിലൂടെ വലിയൊരു പുതുമയും മേന്മയും അനുഭവപ്പെടുന്നു. തമാശയെക്കുറിച്ചുള്ള ഈ അനുഭവം വലിയ ആത്മസന്തോഷത്തിൻ്റെ കാഴ്ചയാണ്. അടുത്ത ചോദ്യം. അന്നന്നത്തെ മോശം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വിശദമാക്കുക. അന്നന്നത്തെ മോശം എന്ന ശീർഷകം ഈ രചനയ്ക്ക് വളരെ ഉചിതമാണ്. മോക്ഷം എന്നത് സാധാരണയായി ആത്മാവിൻ്റെ മോചനം, ശാന്തിയും സന്തോഷവുമുള്ള അവസ്ഥ എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ കവി അതിന് പുതിയൊരു അർത്ഥം നൽകുന്നു. ചെറുതായി തോന്നുന്ന ഒരു തമാശ, ഒരു പുഞ്ചിരി, കവി അതിൽ നിന്ന് ആ ദിവസത്തെ ബാധകളിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം കണ്ടെത്തുന്നു. അതാണ് മോക്ഷം. ഇത് ആത്മീയതയിലേക്കുള്ള യാത്രയല്ല, പകരം മനസ്സിൻ്റെ ചിന്തകൾ കുറച്ചെങ്കിലും അലിവുള്ളവയാക്കുന്ന ഒരു ചെറിയ ചിരിയാണ്. അന്നന്നത്തെ എന്നത് ഓരോ ദിവസത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ ദിവസവും ഇത്തരം ചെറിയ അനുഭവങ്ങളിലൂടെ കവി അല്പം സ്വസ്ഥതയും ആശ്വാസവും കണ്ടെത്തുന്നു. ആ ഓരോ ചെറിയ സന്തോഷങ്ങളും കവിക്ക് ദൈനംദിന മോക്ഷം പോലെ തോന്നുന്നു. കവിയുടെ അനുഭവങ്ങൾ നമ്മുടേതായി സാമ്യമുള്ളതാണ്.
നമ്മളും ചിലപ്പോൾ ഒരു തമാശ കൊണ്ട് ഭാരം കുറക്കുന്നുണ്ടാകും. അതുപോലെയാണ് ഈ കവിതയുടെ ഉള്ളടക്കം. ഓരോ ദിവസവും കവി കണ്ടെത്തുന്ന ചെറിയ മോക്ഷങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ശീർഷകം അതിയായി യോജിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ്. ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. വിവര വിനിമയം, സംരംഭകത്വം, ദുരന്ത നിവാരണ കൂട്ടായ്മകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ. ഈ ഉത്തരത്തിൻ്റെ ചെറിയൊരു മാതൃകയാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ള വിഷയം നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്നതാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും ആപ്പുകളുമെല്ലാം പുതിയ മാധ്യമങ്ങളുടെ ഭാഗങ്ങളാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ബ്ലോഗ് മുതലായവയെ നാം നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയുടെ പ്രധാന സവിശേഷതയാണ് വിവരവിനിമയം എളുപ്പവും വേഗതയുള്ളതും ആക്കി മാറ്റിയത്. ഇന്നത്തെ ദിവസം ലോകത്തിലെ എവിടെയായാലും സംഭവങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും. സ്കൂളുകളിൽ, കോളേജുകളിൽ പഠനം നടത്താനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇതിലൂടെ സഹായകമാകുന്നു. സംരംഭകത്വം എന്നത് വലിയൊരു മാറ്റമാണ്. ഇന്ന് ചെറിയ വ്യാപാരികളും വീട്ടിലിരുന്ന് സ്വന്തം ഉൽപ്പന്നങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വിൽപ്പനയ്ക്കെത്തിക്കുന്നു. വീട്ടമ്മമാർ പോലും ബിസിനസ് ആരംഭിക്കുന്നു. ദുരന്ത നിവാരണത്തിൽ ശക്തമായ മഴ, ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് സഹായം എവിടെ നിന്ന് കിട്ടും എന്നത് നവമാധ്യമങ്ങളിലൂടെ വ്യക്തതയാകും. രക്ഷാപ്രവർത്തനം എളുപ്പമാകും. കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും നവമാധ്യമങ്ങൾ സഹായിക്കുന്നു. രക്തദാനം, സാമ്പത്തിക സഹായം, ചികിത്സാ സഹായം തുടങ്ങിയവക്ക് നിരവധി ആളുകൾ സഹായിക്കാൻ തയ്യാറാകുന്നു. ഇവയുടെ സഹായത്തോടെ നമുക്ക് അറിവ് പങ്കുവെക്കാനും ചിന്താവിനിമയം നടത്താനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. അവസാനമായി പറയാൻ ഒരു കാര്യമുണ്ട്. നവമാധ്യമങ്ങൾ നമുക്ക് നല്ലതായും ഉപകാരപ്രദമായും ഉപയോഗിക്കാം. നല്ല ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ അത് ലോകത്തൊരു വലിയ മാറ്റം വരുത്തും. അടുത്ത ചോദ്യം നോക്കാം. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിനു മാത്രമല്ല, വാർത്ത നൽകുന്നതിനും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലും എത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്നു മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. നവയാത്രകൾ, സുകുമാർ അഴീക്കോട്. മൊബൈൽ, SMS സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ മാറ്റി. ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകളെ അഴിച്ചുപണിതു. സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളുമാണ്. സിനിമ ടിക്കറ്റ്, പ്രമേയങ്ങൾ, വ്യക്തികൾ, ചിത്രങ്ങൾ. CS വെങ്കിടേശ്വരൻ. സൂചനകളും പാഠഭാഗങ്ങളും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക. ഇന്ന് ലോകം തന്നെ മാറ്റിയ ഒരു ആശ്ചര്യകരമായ ശക്തിയാണ് മാധ്യമങ്ങൾ. പഴയ കാലത്ത് പത്രം, റേഡിയോ, TV തുടങ്ങിയവ ആയിരുന്നു പ്രധാന മാധ്യമങ്ങൾ. എന്നാൽ ഇന്ന് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ ഹൃദയത്തിൽ കൂടി ഇടം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൈവശം വാർത്തകൾ വരുന്നത് മാത്രമല്ല, നാം തന്നെ വാർത്തകളുടെ ഉറവിടമാവുകയും ചെയ്യുന്നു. ഇത്രയും വലിയ സ്വാധീന ശേഷിയുള്ള മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? അതിനുത്തരം അതെ എന്നത് തന്നെയാണ്. സുകുമാർ അഴീക്കോട് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ
പത്രം ഒരു സംഭവത്തെ മാത്രമല്ല, മനസ്സിനുള്ളിലുണ്ടാക്കുന്ന വികാരങ്ങളെയും ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു. ഒരു വ്യക്തിയുടെ വേദന, ആഗ്രഹം, ആവശ്യം മാധ്യമം വഴി സമൂഹത്തിൻ്റെ ചർച്ചാ വിഷയമാകുന്നു. അതുകൊണ്ട് തന്നെ പത്രം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ അതിനേക്കാൾ കൂടുതൽ സജീവമാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയവ ഓരോ ആളിനും തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് പങ്കുവയ്ക്കാനുള്ള വേദിയായി മാറിയിരിക്കുന്നു. CS വെങ്കടേശ്വരൻ പറഞ്ഞതുപോലെ ട്രോളുകൾ പോലും ഇന്ന് നർമ്മത്തിലൂടെ ശക്തമായ സാമൂഹിക വിമർശനങ്ങളായി മാറുന്നു. ശക്തമായ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തു പോകുന്നു. ഇത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വളർത്തുന്നു. ഇതിനു പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂട്ടായ്മകൾക്കും ഐക്യങ്ങൾക്കും വേദിയായിരിക്കുന്നു. ദുരന്ത സമയങ്ങളിൽ സഹായം തേടാനും ആരോഗ്യ സഹായങ്ങൾ കണ്ടെത്താനും പൊതുവായ പ്രശ്നങ്ങൾക്കായി ജനങ്ങളെ കൂട്ടായി ഏകോപിപ്പിക്കാനും ആണ് ഇത് ഉപകരിക്കുന്നത്. ഇവയൊക്കെ ജനാധിപത്യത്തിൻ്റെ ആത്മാവാണ്. ഇതിനൊപ്പം മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു. തെറ്റായ വിവരങ്ങൾ, ഓൺലൈൻ ഗെയിമുകൾ, തെറ്റിദ്ധാരണകൾ എന്നിവയും ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ഈ തർക്കങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് മാധ്യമങ്ങളെ ജനാധിപത്യപരമായി. അവസാനമായി, മാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പൊതുചിന്തയുടെയും വളർച്ചയ്ക്ക് ജനാധിപത്യ സംവേദനത്തിനും ഉണർവേകുന്ന ഒരു ശക്തിയാണ്. അതിനാൽ ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് വലിയ പിന്തുണയാകുന്നു. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുക. കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരത്തിൻ്റെ ഒരു മാതൃക പറഞ്ഞു തരാം. മാധ്യമങ്ങൾ കാലത്തിനനുസരിച്ച് വളർന്നതുപോലെ മാധ്യമ ഭാഷയും വലിയ മാറ്റങ്ങൾ കണ്ടു. പഴയ കാലത്ത് പ്രധാന മാധ്യമങ്ങൾ പത്രവും മാസികകളും ആയിരുന്നു. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, യൂട്യൂബ്, പോഡ്കാസ്റ്റ്, മാഗസിനുകൾ തുടങ്ങിയ നവമാധ്യമങ്ങൾ പ്രധാന സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ മാറ്റം ഭാഷയുടെ രൂപത്തെയും രീതിയെയും കാര്യമായി ബാധിച്ചിരിക്കുന്നു. ഭാഷയുടെ ലാളിത്യം. അച്ചടി മാധ്യമങ്ങളിലെ ഭാഷ പൊതുവായി ഔദ്യോഗിക രീതിയായിരുന്നു. പദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ജാഗ്രത ആവശ്യമായിരുന്നു. എന്നാൽ നവമാധ്യമങ്ങളിലേക്കെത്തുമ്പോൾ ഭാഷ ലളിതവും സാരാംശപൂർണവുമായിരിക്കുന്നു. വായനക്കാർ പലതരം സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് എല്ലാവർക്കും എളുപ്പം മനസ്സിലാകുന്ന ഭാഷയാണ് ഇന്ന് പ്രാധാന്യമുള്ളത്. ചുരുങ്ങിയ വാചകങ്ങൾ, തത്സമയ പ്രതിഫലനം. പത്രങ്ങളിൽ ലേഖനങ്ങൾ, വാർത്തകൾ ദൈർഘ്യമേറിയതായിരുന്നു. നവമാധ്യമങ്ങളിൽ അതിനു പകരം ചുരുങ്ങിയ വാക്കുകൾ, ടെക്സ്റ്റ്, ഇമോജി, ഹാഷ്ടാഗ് എന്നിവ ഉപയോഗിച്ച് ആശയവിനിമയം നടക്കുന്നത്. വാചകങ്ങൾ ടൈം പാസ്സാകാതെ തത്സമയത്തിൽ മാത്രം നേരിയ രീതിയിൽ എഴുതപ്പെടുന്നു. വ്യക്തിപരമായ സമീപനം. പത്രം പൊതുജനങ്ങൾക്കുള്ളതായിരുന്നെങ്കിൽ നവമാധ്യമ ഭാഷ വ്യക്തിപരവുമാണ്. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും മനോഭാവങ്ങളും നേരിട്ട് പങ്കുവയ്ക്കുന്നു. അതിനനുസരിച്ച ഭാഷ കൂടി അനൗപചാരികമാകുന്നു. ദൃശ്യഭാഷയുടെ സ്വാധീനം. നവമാധ്യമ ഭാഷയിൽ ചിത്രങ്ങളും വീഡിയോകളും ഗിഫുകളും വാക്കുകൾക്കൊപ്പം സംയോജിപ്പിക്കുന്നു. അങ്ങനെ ഭാഷ ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും കൂട്ടിച്ചേർപ്പായി മാറുന്നു. ട്രോളുകളും സ്ലാം ഭാഷയും. ഇന്നത്തെ നവമാധ്യമ ഭാഷയിൽ ട്രോളുകളും ചോദ്യങ്ങൾ പോലെയുള്ളതും യുവാക്കളുടെ സ്ലാം ഭാഷയും പ്രധാനമാണ്. പഴയകാല മൊഴിമുറുക്കം പകരം നർമ്മവും പരോക്ഷ വിമർശനവും പങ്കുവെക്കുന്ന ഭാഷയ്ക്ക് സ്ഥലവുമുണ്ട്. ചിത്രീകരണം. പത്രത്തിൽ മഴക്കെടുതി, സർക്കാർ നടപടി വൈകുന്നു എന്ന വാർത്ത എഴുതുമെങ്കിൽ നവമാധ്യമത്തിൽ അത് ഇതെന്താ ഇനി പലായനം ചെയ്യണോ എന്ന രീതിയിലായിരിക്കും. ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ.